CPIM-നെ പരോക്ഷമായി വിമർശിച്ച PK ശശിയെ വെല്ലുവിളിച്ച DYF രംഗത്ത് വന്നു. ഏത് ബിലാൽ പറഞ്ഞാലും മണ്ണാർക്കാട് പഴയ മണ്ണാർക്കാടല്ലെന്ന DYFI മണ്ണാർക്കാട് ബ്ലോക്ക് സെക്രട്ടറി ശ്രീരാജ് വെള്ളരിപ്പാടം പറഞ്ഞു. അഴിമതിയെ പ്രതിരോധിക്കാൻ ഒരു പൊന്നുതമ്പുരാൻ്റെയും സഹായം വേണ്ടെന്നും പരാമർശം. താൻ അഴിമതിക്കാരനാണെന്ന് പറയുന്നവർ സ്വന്തം ഷട്ടിലെ കറ ആദ്യം പരിശോധിക്കണമെന്നാണ് PK ശശി ഇന്നലെ പറഞ്ഞത്. കൊച്ചി പഴയ കൊച്ചി അല്ലെങ്കിലും ബിലാൽ പഴയ ബിലാൽ തന്നെയാണെന്നും PK ശശി പറഞ്ഞിരുന്നു. ആ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് ചെല്ലാം. മാലിന്യക്കൂമ്പാരത്തിൽ കഴുത്തോളം മുട്ടത്തിൽ മുങ്ങി നിന്ന് കരക്ക് നിൽക്കുന്നവരാണ് കുപ്പായി കറുത്ത കുട്ടിലോകത്ത് കഴിക്കുന്നത് എന്ന് പറയുന്നത് മ്ലേച്ഛകരമാണെന്ന് മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതേസമയം ഇതെല്ലാം തന്നെ സാമൂഹ്യമായ നല്ല സോഷ്യൽ ഓഡിറ്റിംഗിലേക്കോ ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം അതിനകത്ത് കുഴപ്പങ്ങളുണ്ടെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യണം. ഒരു സംശയവും വേണ്ട. മറ്റൊരു കാര്യത്തിലേക്കും ഞാനിപ്പോ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒറ്റ കാര്യം മാത്രം ഞാൻ പറയും. കൊച്ചി പഴയ കൊച്ചിയല്ല, പക്ഷേ ബിലാല് പഴയ ബിലാൽ തന്നെയാണ്. DYFI അഴിമതിക്കെതിരെ അന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറഞ്ഞിട്ടുണ്ട്, നാളെയും പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം ഒരുത്തന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാനും ഞങ്ങൾ പോകുന്നില്ല. ഇന്നലെ ഇത്തരം സംഭാഷണങ്ങൾക്ക് തിരികൊളുത്തിയ ആളുകളോട് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾ അഴിമതി ആരോപണം ഉന്നയിക്കുന്നത് നല്ല പരിശുദ്ധിയോടുകൂടിയാണ്. ഇപ്പൊ പലരും പറയുന്നത് മണ്ണാർക്കാട് പഴയ മണ്ണാർക്കാടല്ല എന്ന നിലക്കാണ്. അല്ല, ആർക്കാ തർക്കമുള്ളത്? മണ്ണാർക്കാട് പഴയ മണ്ണാർക്കാടല്ല. അത് ഏത് ബിലാൽ പറഞ്ഞാലും മണ്ണാർക്കാട് പഴയ മണ്ണാർക്കാടല്ല. കൂട്ടുകച്ചവടം നടക്കില്ല, ഉറപ്പിച്ചോളി. എന്തായാലും ശ്രീജിത്ത് പഴയ ശ്രീജിത്താണെന്ന് നമുക്കറിയാം. പാലക്കാട് നിന്ന് ശ്രീകുമാരൻ ചേരുന്നു. ശ്രീജിത്തെ, എന്താ ഈ സിനിമ ഡയലോഗ് വെച്ച് തന്നെയാണല്ലോ ഇപ്പോൾ രാഷ്ട്രീയ കളി മുഴുവനും? പറയും. അതിലൊരു വെരി ഗുഡ് ഈവനിങ് എസ് കെ. അതിലൊരു രസം അല്ലെങ്കിൽ ഒരു തമാശ എന്ന് പറഞ്ഞാൽ മണ്ണാർക്കാട് പഴയ മണ്ണാർക്കാടല്ല, ബിലാൽ പഴയ ബിലാലാണ് എന്ന് PK ശശി പറയുമ്പോൾ മണ്ണാർക്കാട്ടെ യഥാർത്ഥത്തിൽ ഒരു ബിലാൽ തന്നെയായിരുന്നു, അല്ലെങ്കിൽ മണ്ണാർക്കാട് എന്ന് പറഞ്ഞാൽ പേര് ചേർത്ത് വെക്കുന്ന ഒരു പേര് തന്നെയായിരുന്നു PK ശശിയുടേത്. അത് ഇല്ലാതായിട്ട് കുറച്ച് കാലങ്ങളായി. ഇപ്പോൾ പാർട്ടിയിലും അദ്ദേഹത്തിനൊരു ഗ്രിപ്പ് ആ മണ്ണാർക്കാട് മേഖലയിലോ അല്ലെങ്കിൽ CPIM-ന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയിലോ ഇല്ലാതായിരിക്കുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഒരു ഘട്ടത്തിൽ പോലും PK ശശിക്ക് മറുപടി പറയേണ്ടതില്ല എന്നൊരു നിലപാട് CPIM-ന്റെ മുതിർന്ന നേതാക്കൾ സ്വീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഏതൊരു പ്രസ്താവനയും അവഗണിക്കാൻ ആണ് തീരുമാനമെടുത്തിരിക്കുന്നത്. പക്ഷേ DYFIക്ക് അത് അങ്ങനെ പറയുന്നതിൽ നിന്ന് യാതൊരു വിലക്കുമില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് DYFIയുടെ ബ്ലോക്ക് സെക്രട്ടറിയും ആ പ്രദേശത്തെ യുവജന നേതാവും ഒക്കെയായ ശ്രീരാജ് വെള്ളപ്പാടം, അതാണ് അദ്ദേഹത്തിൻ്റെ പേര്. യുവജന നേതാവാണ്, പുതിയ കാലഘട്ടത്തിലെ DYFIയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ആ മേഖലയിലെ. എന്തായാലും ശ്രീരാജ് പറയുന്നത് മണ്ണാർക്കാട് പഴയ മണ്ണാർക്കാടല്ല, ബിലാൽ പഴയ ബിലാലാണെങ്കിലും കൂട്ടുകച്ചവടം അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. മണ്ണാർക്കാട് ഡിസ്പെൻസറിയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം ഉന്നയിച്ചത് ശ്രീരാജ് വെള്ളപ്പാടമായിരുന്നു. ആ മേഖലയിൽ സന്ദർശിച്ചതിന് ശേഷം എന്തായാലും ശ്രീരാജ് വെള്ളപ്പാടത്തിന് ഇന്നലെയാണ് PK ശശി അതേ വേദിയിൽ ഒരു മറുപടി നൽകിയത്. കൃത്യമായ രീതിയിൽ അഴിമതി ആരോപണം ഉന്നയിക്കുന്നവർ കറകളഞ്ഞ അഴിമതി വിരുദ്ധരാകണമെന്ന തരത്തിലായിരുന്നു PK ശശിയുടെ പ്രസ്താവന ഉണ്ടായിരുന്നത്. മാലിന്യ കൂമ്പാരത്തിന് നടുവിൽ നിന്ന് എൻ്റെ ഷർട്ടിലേക്ക് ചെളിതെറിച്ച് എന്ന് പറയുന്നു എന്നാണ് ശ്രീരാജിനെതിരെ തന്നെ പരോക്ഷമായ രീതിയിൽ PK ശശി ഉന്നയിച്ചത്. അത് തനിക്കെതിരെ തന്നെയാണ് എന്ന വ്യക്തമായ ബോധ്യം ഉണ്ട്. ശ്രീരാജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശ്രീരാജ് കൃത്യമായ ബോധ്യത്തോടു കൂടി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അണാപ്പായി അഴിമതി നടത്തിയെന്ന് തെളിയിക്കട്ടെ, അങ്ങനെ തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നു എന്നാണ് തൻ്റെ തന്നെ പ്രധാനപ്പെട്ട മുൻ നേതാവ് കൂടിയായ PK ശശിയെ ശ്രീരാജ് വെള്ളപ്പാടം വെല്ലുവിളിക്കുന്നത്. എന്തായാലും ഈ വിഷയം ഇനിയും തുടർന്നു കൊണ്ടുപോകും. ചെറിയ ചില സംഭവവികാസങ്ങൾ കൂടി മണ്ണാർക്കാട് അല്പസമയം മുൻപ് നടന്നുവെന്ന് മനസ്സിലാക്കുന്നു. അതുകൂടി നമ്മൾ ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്ത ശേഷം അതും നമുക്ക് വാർത്തയാക്കാവുന്നതാണെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മണ്ണാർക്കാട്ടെ വിഷയം അവസാനിക്കുന്നില്ല. PK ശശി വേഴ്സസ് ശ്രീരാജ് വെള്ളപ്പാടം DYFI എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. എന്തായാലും CPIM ജില്ലാ നേതൃത്വമോ ഏരിയ നേതൃത്വമോ PK ശശിക്ക് മറുപടി പറയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഒരു ഘട്ടത്തിൽ പോലും PK ശശിയെ മൈൻഡ് ചെയ്യേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് അവർ പോകുന്നുണ്ട്. SK.